സ്വിസ് സഞ്ചാരിയുടെ പ്രിയ കാഴ്ചക്കാരെ, മെഡിറ്ററേനിയൻ കടലിലെ കാപ്രി ദ്വീപിന് ചുറ്റും ഞങ്ങൾ നടത്തിയ ബോട്ട് യാത്രയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. തനത് ഇറ്റാലിയൻ വിഭവങ്ങൾ ആസ്വദിക്കാതെയും അവിടുത്തെ ആതിഥ്യ മര്യാദ അനുഭവിക്കാതെയും കാപ്രി സന്ദർശനം പൂർത്തിയായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. മലയൊക്കെ കയറി ഇറങ്ങി വന്നപ്പോൾ നല്ല വിശപ്പ്. ലിറ്റിൽ സ്ക്വയറിലെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നന്നായി ഫുഡ് കഴിച്ചു. നല്ല ഫുഡ്, അതുപോലെ നല്ല വിലയും. ഫുഡ് കഴിച്ചു കഴിഞ്ഞാണ് ആവേശകരമായ ഞങ്ങളുടെ സാഹസിക ബോട്ടിംഗ് ആരംഭിക്കുന്നത്. കാപ്രിയിലെ പ്രധാന തുറമുഖമായ മറീന ഗ്രാൻഡയിൽ നിന്നാണ് ബോട്ടിൽ ഞങ്ങൾ കയറിയത്. ബോട്ട് യാത്രയിൽ ഉടനീളം പരുക്കൻ പാറക്കെട്ടുകളുടെയും ആകർഷകമായ തീരദേശ ഗ്രാമങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന വിശാല ദൃശ്യങ്ങൾ കാണാം. കാപ്രിയുടെ പരുക്കൻ ഭൂപ്രകൃതിയും സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളവും കണ്ണിന് നല്ല വിരുന്നാണ്. ആകാശ നീലിമ പോലെയുള്ള ജലപ്പരപ്പിലൂടെ തീരപ്രദേശത്തെ പാറക്കെട്ടുകൾക്കും ഗ്രോട്ടോകൾക്കും തൊട്ടരികിലൂടെ ബോട്ട് സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മനോഹരമായ നീലജലത്തിന് പേരുകേട്ട പ്രകൃതിദത്തമായ ഒരു കടൽ ഗുഹയാണ് ബ്ലൂ ഗ്രോട്ടോ. സൂര്യപ്രകാശം വെള്ളത്തിനിടയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന നീലമാന്ത്രികതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രശസ്തമായ ബ്ലൂ ഗ്രോട്ടോ ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞങ്ങൾക്കത് കാണാനായില്ല. കൊമ്പനാനയുടെ ഗാംഭീര്യത്തോടെ കടലിൽ ഉയർന്നു നിൽക്കുന്ന ഫാരാഗ്ലിയോണി പാറകളുടെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ പ്രദാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ബോട്ട് തിളങ്ങുന്ന കടലിലൂടെ മെല്ലെ അതിൻ്റെ അടുത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന സുഖകരമായ കാഴ്ച.
സ്റ്റെല്ല, ഫാരാഗ്ലിയോൺ ഡി മെസ്സോ, ഫാരാഗ്ലിയോൺ ഡി ഫ്യൂരി എന്നിങ്ങനെയാണ് ഈ പാറകളുടെ പേരുകൾ. ഈ ഐക്കണിക് പാറക്കൂട്ടങ്ങൾ കാപ്രിയുടെ പ്രകൃതി സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. അതിൽ നടുവിലെ പാറയുടെ വിടവിലൂടെ ഞങ്ങളുടെ ബോട്ട് കടന്നുപോയപ്പോഴാണ് പാറയ്ക്കിടയിലെ വിടവ് എത്ര വലുതാണെന്ന് മനസ്സിലായത്. ആ ദ്വാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ബോട്ടിൽ യാത്രാ വിവരണം നൽകുന്നയാൾ വളരെ സന്തോഷത്തോടെ അനൗൺസ് ചെയ്തു, പ്രണയികളായിട്ടുള്ളവരും കപ്പിൾസ് ആയിട്ടുള്ളവരും ഇപ്പോൾ ചുംബിക്കുക. കാപ്രി ദ്വീപിന് റൊമാൻറ്റിക് പാരമ്പര്യമുള്ളതുകൊണ്ട് ഫാരാഗ്ലിയോണി പാറയുടെ വിടവിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചുംബിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം ശാശ്വതമായിരിക്കുമെന്നും ഭാവിയിൽ നിങ്ങൾ ഒരുമിച്ച് കാപ്രിയിലേക്ക് വീണ്ടും വരുമെന്നുമാണ് വിശ്വാസം. വീഡിയോ പിടുത്തം കാരണം ഞങ്ങൾക്ക് ആ കിസ് മിസ്സായി. മനോഹരവും പ്രകൃതി രമണീയവുമായ ഈ ലൊക്കേഷൻ സ്നേഹത്തിൻ്റെയും ദൃഢബന്ധത്തിൻ്റെയും കൂടി പ്രതീകമാണ്. ഫാരാഗ്ലിയോണിയുടെ സവിശേഷമായ രൂപവും കടലിന്റെ നയനമനോഹരമായ പശ്ചാത്തലവും കൂടിച്ചേർന്നപ്പോൾ ഇവിടം ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയതിൽ അത്ഭുതപ്പെടാനില്ല. കാപ്രിയിലെ ബോട്ട് യാത്രയിലെ പ്രകൃതിദത്തമായ അത്ഭുത കാഴ്ചകൾ അവിസ്മരണീയമായ അനുഭവമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. മോഹിപ്പിക്കുന്ന ബ്ലൂ ഗ്രോട്ടോ മുതൽ ഗാംഭീര്യമുള്ള ഫാരാഗ്ലിയോണി പാറകളും കാപ്രിയും അതിൻ്റെ സൗന്ദര്യം കൊണ്ട് സന്ദർശകരെ വിസ്മയിപ്പിക്കുന്നു. എന്നെങ്കിലും നിങ്ങൾക്ക് കാപ്രിയും അതിനു ചുറ്റുമുള്ള ഈ ജലയാത്രയും ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. റോമോ ഇറ്റലിയോ സന്ദർശിക്കുവാൻ താല്പര്യമുള്ളവർക്ക് താമസ സ്ഥലവും ടൂർ പരിപാടികളും വളരെ മിതമായ നിരക്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
അസ്തമയ സൂര്യന്റെ സുവർണ രശ്മികൾ കാപ്രിയിൽ ഒരു മാന്ത്രിക തിളക്കത്തോടെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ അല്പം സങ്കടത്തോടെയാണെങ്കിലും മറക്കാനാവാത്ത ആ നിമിഷങ്ങളെ താലോലിച്ചുകൊണ്ട് ഞങ്ങൾ നേപ്പിൾസിലേക്ക് മടങ്ങി. ഈ യാത്രാ വിവരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഒത്തിരി ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള ഞങ്ങളുടെ സ്വപ്നയാത്രകളിലെ കാഴ്ചകൾ കാണാനും കൂടുതൽ അറിയാനും വീഡിയോ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള മുന്നറിയിപ്പ് തരുന്ന ആ ബെല്ല് കൂടി ഒന്നടിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.